നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ എക്സാമിന്റെ പ്രിലിമിനറി സിലബസ് വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ വരാനിരിക്കുന്ന LDC എക്സാമിന് 2 ഘട്ട പരീക്ഷകളായിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷയിൽ ജനറൽ സയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സയൻസ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം ഉള്ളത്. പല്ലില്ലാത്ത സസ്തനം ഏതാണ്? ഇവയൊന്നുമല്ല. അപ്പോൾ ഏതിനൊക്കെ പല്ലുണ്ട്? സ്ലോത്തിന്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതിനൊക്കെ പല്ലുണ്ട്? സ്ലോത്തിനുണ്ട്. അർമാർഡിലോ എന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അർമാർഡിലോ, ഉറുമ്പ് തീനി, ഇതിനൊക്കെ എന്തുണ്ട്? പല്ല് ഉണ്ട്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്ന കോശം. HIV വൈറസ് ഏത് കോശത്തെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് HIV വൈറസ് ബാധിക്കുന്നത്. സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷികൾ ഏത് പക്ഷികളാണ്? പ്രാവിനെയാണ് സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്നത്. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കം ഉള്ളത് ആനയ്ക്കാണ്. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ശരീരഭാഗം ഏതാണ്? ശരീരഭാഗമാണ് ചിറക്. ഹൈപ്പർമെട്രോപ്പിയയുടെ മറ്റൊരു പേരെന്താണ്? ദീർഘദൃഷ്ടി. അതായത് ലോങ് സൈറ്റിന്റെ വേറൊരു പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. ഹ്രസ്വദൃഷ്ടിയുടെ ഏതാണ്? മയോപ്പിയ. ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് സ്ത്രുതിയോ കമേലസ്? ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ത്രുതിയോ കമേലസ്. കഴുത്തില്ലാത്ത സസ്തനം ഏതാണ്? തിമിംഗലത്തിന് എന്തില്ല? കഴുത്ത് ഇല്ല. വൈറ്റമിൻ B12ന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ? പെർനീഷ്യസ് അനീമിയ. അപ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഏതിന്റെ അപര്യാപ്തത മൂലമാണ്? വൈറ്റമിൻ B9ന്റെ അപര്യാപ്തത മൂലമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സ്കർവിയോ? വൈറ്റമിൻ സിയുടെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന സ്കർവി. പെല്ലഗ്ര വൈറ്റമിൻ B3 ഏതാ? നിയാസിന്റെ അപര്യാപ്തത മൂലമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. പെല്ലഗ്ര ബാധിക്കുന്നത് ഏത് അവയവത്തെയാ? പെല്ലഗ്ര ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? 25 തവണയാണ് ആനയുടെ ഹൃദയം ഇടിക്കുന്നത് മിനിറ്റിൽ. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏതാണ്? ജെൻഡു പെൻഗ്വിൻ. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി. അപ്പം ഈ പെൻഗ്വിന്റെ ചിറകുകൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നീന്താൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷിയാണ് ജെൻഡു പെൻഗ്വിൻ. പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത് ആടാണ്. ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആമാശയത്തിലാണ് പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരേ സമയം 2 തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജന്തു. ഏത് ജന്തുവിനാണ് ഒരേ സമയം 2 തരം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഡോൾഫിനാണ്. കണ്ണിനേക്കാൾ ചെറിയ മസ്തിഷ്കമുള്ള പക്ഷി. അപ്പൊ കണ്ണിനേക്കാൾ ചെറിയ മസ്തിഷ്കം, കണ്ണാണ് വലുത് മസ്തിഷ്കത്തിനേക്കാളും. ഏത് പക്ഷിയുടെ അതാണ്? ഒട്ടകപ്പക്ഷി. പാമ്പിൻ വിഷം രാസപരമായി എന്താണ്? മാംസ്യം, പ്രോട്ടീനാണ് പാമ്പിൻ വിഷം.
അടുത്ത ചോദ്യം, ഏതിന്റെ മെറ്റബോളിസമാണ് ഇൻസുലിൻ നിയന്ത്രിക്കുന്നത്? ഏതിന്റെ മെറ്റബോളിസമാണ് ഇൻസുലിൻ നിയന്ത്രിക്കുന്നത്? പഞ്ചസാരയുടെ മെറ്റബോളിസമാണ് ഇൻസുലിൻ നിയന്ത്രിക്കുന്നത്. റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സുഷുമ്നാ നാളി, സ്പൈനൽ കോഡാണ് റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത്. ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായ ഒന്നും റാങ്ക് ഫയലിൽ കാണാത്തൊരു ചോദ്യമാണ്. അപ്പൊ ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായയുടെ പേരാണ് സ്നുവുൾഫി ആണ്. സ്നു ചേർത്താൽ മതി, ഉൾഫ് ചെന്നായിയാണെന്ന് അറിയാം. സ്നുവുൾഫി ആണ് ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായ. അടുത്ത ചോദ്യം, ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ള ജന്തു ഏതാണ്? സപ്പേം തിമിംഗലത്തിന്റെ മസ്തിഷ്കത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. തിമിംഗലമാണെന്നറിയാം, അപ്പൊ സ്പെസിഫിക് നെയിമാണ് സപ്പേം തിമിംഗലം. വൈറ്റമിൻ B1 അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി എന്ന് പറഞ്ഞാൽ ഐ കാണ്ട് എന്ന അർത്ഥമുള്ള രോഗമാണ് ബെറിബെറി. അപ്പോൾ വൈറ്റമിൻ B1 അപര്യാപ്തത കാരണമാണ് ബെറിബെറി ഉണ്ടാകുന്നത്. ജിറാഫിന്റെ ഇഷ്ടഭക്ഷണം ഏതിന്റെ ഇലകളാണ്? അപ്പൊ ജിറാഫിന്റെ ഇഷ്ടഭക്ഷണം ഏതിന്റെ ഇലകളാണ്? അക്വേഷ്യയുടെ ഇലകളാണ് ജിറാഫിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. അടുത്ത ചോദ്യം, കീഴ്ത്താടി എല്ലിന്റെ പേര്. അപ്പൊ കീഴ്ത്താടി എല്ലിന്റെ പേര് എന്താണ്? മാൻഡിബിൾ ആണ് കീഴ്ത്താടി എല്ല്. എന്തുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത്? നാക്ക് ഉപയോഗിച്ചിട്ട്. നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ ആണ്. നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. അപ്പോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ ഏത് പറയണം? തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? തൈറോയിഡ് ആണ് പറയേണ്ടത്. അപ്പൊ പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താണ്? അന്തർസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് ഏതാണ്? പാൻക്രിയാസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യന് എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? എത്ര ജോഡി? വളരെയധികം ശ്രദ്ധിക്കുക, 12 ജോഡി, 24 എണ്ണം. ഓക്കെ, ഏറ്റവും ഭാരം കൂടിയ റെപ്റ്റൈൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഉപ്പുജല മുതലയാണ് ഏറ്റവും ഭാരം കൂടിയ ഉരകം. അടുത്ത ചോദ്യം, മൂത്രത്തിന് മഞ്ഞ നിറം പകരുന്ന വർണ്ണകമാണ് യൂറോക്രോം. തിമിരം ബാധിക്കുന്നത് കണ്ണിന്റെ ഏത് ഭാഗത്തെയാണ്? ലെൻസിനെയാണ് തിമിരം ബാധിക്കുന്നത്. ഏത് ഭാഗത്തെയാ? ലെൻസ്. അടുത്ത ചോദ്യം, ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേരെന്താണ്? ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേരാണ് വെൻട്രിക്കിൾ എന്നതാണ് ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേര്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. 2 ഏട്രിയമും 2 വെൻട്രിക്കിളും. മുകളിലാണ് ഏട്രിയം, താഴെ വെൻട്രിക്കിൾ. ഓക്കെ, അടുത്ത ചോദ്യം, എന്തിന്റെ സാന്നിധ്യം കാരണമാണ് പാലിന് വെളുപ്പ് നിറമുള്ളത്? കേസീൻ എന്ന പ്രോട്ടീന്റെ സാന്നിധ്യം കാരണമാണ് പാലിന് വെളുപ്പ് നിറമുള്ളത്. മനുഷ്യന്റെ കുടലിൽ കാണപ്പെടുന്ന ഈക്കോളി എന്തിനം ജീവിയാണ്? ഈക്കോളി ബാക്ടീരിയ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ ഈക്കോളി എന്താ? ബാക്ടീരിയ. ഓങ്കോജീനുകൾ ഏത് രോഗത്തിന് കാരണമാകുന്നു? ഓങ്കോളജി ഏതാണ്? ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. അപ്പോൾ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർസിനോജനുകളാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ജീൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഓങ്കോജീൻ. അസാധാരണമായ നിരക്കിൽ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ട്രാക്കികാർഡിയ എന്നതാണ് അസാധാരണമായ നിരക്കിൽ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഏറ്റവും കൂടുതൽ വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി. അപ്പൊ ഏറ്റവും കൂടുതൽ വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി ഏതാണ്? ആൻഡിയൻ കോൺഡോർ ആണ് ഏറ്റവും കൂടുതൽ വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി. ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം. എത്ര അസ്ഥികളുണ്ട് ക്രേനിയത്തിൽ? ഉത്തരം
എട്ട് അസ്ഥികളാണ് ക്രേനിയത്തിൽ ഉള്ളത്. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തത്തിന്റെ അളവ് എത്ര ലിറ്റർ ആണ്? ശരാശരി എത്ര ലിറ്റർ ഉണ്ട്? 5 ലിറ്റർ. 5 മുതൽ 5.5 ലിറ്റർ വരെയാണ് മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ്. ഫീമർ എന്ന അസ്ഥിയുടെ ശരാശരി നീളം, അപ്പോൾ മനുഷ്യരിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. ഫീമർ എന്ന അസ്ഥിയുടെ ശരാശരി നീളം 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ. പൂമ്പൊടി മുതലായവ കാരണം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഹിസ്റ്റാമിൻ. കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. അപ്പോൾ എല്ലാ ജ്ഞാനേന്ദ്രിയവുമായിട്ടും ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം, കാഴ്ച, കേൾവി, ടേസ്റ്റ്, ടച്ച് അങ്ങനെ തുടങ്ങി എല്ലാ നമ്മുടെ ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? സെറിബ്രം തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഏതാണ്? പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം. മനുഷ്യന്റെ മുഖത്ത് എത്ര അസ്ഥികളാണ് ഉള്ളത്? എത്ര ഫേഷ്യൽ ബോൺസ് ആണ് ഉള്ളത്? 14 ഫേഷ്യൽ ബോൺസ് ആണ് ഉള്ളത്. മറന്നുപോയത് 14. ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നത് ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ്? നല്ലൊരു ചോദ്യമാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ മറ്റൊരു പേരെന്താ? സുപ്രാറീനൽ ഗ്ലാൻഡ്. ഏതിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ എന്ന് വിളിക്കുന്നത്? ലൂക്കോപീനിയ ഏതാണ്? ശ്വേതരക്താണുക്കളുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ. അപ്പോൾ ശ്വേതരക്താണുക്കൾ അഥവാ WBCയുടെ എണ്ണം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ. അടുത്ത ചോദ്യം, മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരൾ. മദ്യം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കരളിനെയാണ്. അസ്ഥികളിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം കാൽഷ്യം ഫോസ്ഫേറ്റ്. PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. അസ്ഥികളിലെ പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള സയൻസ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്